നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, നമുക്കറിയാം കോൺഗ്രസിന് പരിവാർ പാർട്ടി എന്ന വിളിപ്പേര് കൊടുത്തത് നെഹ്റു കുടുംബമാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടി, ഒരു സംവിധാനം ഒന്നാകെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ പേര് ദോഷം. പക്ഷേ കേരളത്തിൽ നേതാക്കന്മാരുടെ മക്കൾ, പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ സീനിയറായ നേതാക്കന്മാരുടെ മക്കളൊക്കെ അതൃപ്തി പ്രകടമാക്കി കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം ലീഡറുടെ മകൾ പത്മജ BJP-യിലേക്ക് ചേർന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ചാണ്ടി ഉമ്മനാണ് ഏറ്റവും പുതിയതായി അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതലകളൊന്നും തന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ട് പോകണം, നേതൃത്വം മുന്നോട്ട് പോകണമെന്ന് ആവർത്തിക്കുമ്പോൾ ആരൊക്കെയാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നാണ് സംശയം. എന്താകും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൽ സംഭവിക്കുന്നത് കോൺഗ്രസ്? ലക്ഷ്മി, ഒന്നാമത് ഇതിൽ ആരൊക്കെയാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. കാരണം ചാണ്ടി ഉമ്മൻ പറയുകയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഏതാണ്ട് 21 MLA-മാരാണുള്ളത്. അപ്പോൾ 21 MLA-മാരിൽ അത്രയും ആൾക്കാർക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? എല്ലാവരെയും ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ചുമതല മണ്ഡലത്തിലോ അല്ലെങ്കിൽ ബൂത്ത് തലങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ ഒരു പക്ഷേ അത് സംഘടനാപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് വിശദീകരണം നൽകേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എക്സംഷൻ കിട്ടാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ആ സമയത്ത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഒരു 20 ആൾക്കാരുണ്ട്. അതുകൂടാതെ കോൺഗ്രസിന് കുറേയധികം MP-മാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ MP-മാരും ഈ MLA-മാരും കൃത്യമായിട്ട് ഇവരെ അവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി അതിൽ ആരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്? അപ്പോൾ നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. മറ്റാരുടെയും പേര് ഇതുവരെ ഡിസ്കസ് ചെയ്ത് കേട്ടില്ല. ചാണ്ടി ഉമ്മന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന മറ്റാൾക്കാർ പോലും ഇതുവരെ മറ്റാരുടെയും പേര് പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഒരൊറ്റ വ്യക്തിയെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനായി മാറുന്നത് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. ഈ സംഘടനാ സംവിധാനം ഒന്നടങ്കം അവിടെ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ എതിർക്കുന്ന നേതാക്കന്മാരെല്ലാവരും അവിടെ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഈ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ഈ പാർട്ടിയിലെ ഡിസിഷൻ മേക്കേഴ്സിന് അനഭിമതനാകുന്ന രീതിയിലത്തേക്കുള്ള എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് ഒരു ചാണ്ടി ഉമ്മൻ മാത്രം ഇൻവോൾവ് ചെയ്യുന്നൊരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ ഒതുക്കിയിട്ടുണ്ടോ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംഘടന തന്നെ പറയേണ്ടത് കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാരുടെ പ്രതികരണം അത് ഏത് രീതിയിലാണെന്ന് നോക്കുന്നത് കൗതുകകരമാണ്. ഇപ്പോൾ പ്രധാനമായി പ്രതികരിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഒന്ന് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചാണ്ടി ഉമ്മന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞ് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. 2, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിഷമം ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അത് പരിഹരിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. സമാനമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഏറെക്കുറെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും സീനിയറായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലത്തേക്കുള്ള പ്രതികരണം, അതായത് സംസ്ഥാന പൊളിറ്റിക്സിലുള്ള ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. VD സതീശനോട് ഇന്ന് മാധ്യമങ്ങൾ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പ്രതികരിച്ചില്ല. അപ്പോൾ മറ്റ് നേതാക്കന്മാർ പ്രതികരിക്കുകയും VD സതീശൻ ഡിഫൻസിലായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതുന്നത് ചാണ്ടി ഉമ്മൻ അവിടെ ഒറ്റയ്ക്കല്ല എന്നാണ്. മറ്റുള്ള പല ആൾക്കാരും ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഒരു വ്യക്തിയെ മാറ്റി നിർത്തി എന്നുള്ള പ്രശ്നം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൺസേൺ ജെനുവിനാണ്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന രീതിയിലത്തേക്ക് മറ്റുള്ള ആൾക്കാർ കൂടി പറയുന്നു. ഇനി മറ്റൊരു കൂട്ടം ആൾക്കാർ കൂടിയുണ്ട്. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചുകൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ചാനൽ ചർച്ചകളിലേക്ക് പോകാനായിട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾക്ക് വിലക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ചാണ്ടി ഉമ്മന് പിന്തുണച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർ ചാണ്ടി ഉമ്മന് വേണ്ടി സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന വിഷയം മറ്റൊന്നാണ്. അതായത് ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്ന കാര്യമോ അതല്ല എങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോ പറഞ്ഞിരിക്കുന്ന കാര്യമോ അല്ല. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് പുതിയ കുറേ അധികം ആൾക്കാരെ പാർട്ടി പല സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ സ്റ്റാറുകളോ ചാനൽ ചർച്ചകളിലെ സ്റ്റാറുകളോ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന രീതിയിലത്തേക്ക് മറ്റ് ചില ആൾക്കാരെ ഫേവർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറച്ചാഴ്ചകൾ പിന്നിലേക്കൊന്ന് നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സരിനെയാണ്. സരിൻ പറഞ്ഞിരുന്ന കാര്യം ഇതുതന്നെയാണ്. അതായത് കോൺഗ്രസിൽ ഒരു നേതാവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീരുമാനമുണ്ടാകുന്നു,
ചില ആൾക്കാർ, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ ചേർന്ന് തീരുമാനമുണ്ടാകുന്നു. അതിൽ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നടത്തുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നു. അത് ചില ആൾക്കാരുടെ നോമിനിയാകുന്നു എന്ന്. അപ്പോൾ അന്ന് സരിൻ പോയപ്പോൾ സരിൻ പോയി എന്നതല്ലാതെ കൂടെ പോകാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ സരിൻ പറഞ്ഞിരുന്ന അഭിപ്രായം ഒരുപക്ഷെ ഈ എന്താ നമ്മൾ ഈ പറയുന്ന പോലെ അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പറയുന്ന രീതിയിലത്തേക്കുള്ള കുറേ അധികം ആൾക്കാർ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നിലവിലത്തെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള കെ സുധാകരനുണ്ട്, വി ഡി സതീശനുണ്ട്. അതിൽ തന്നെ കെ സുധാകരനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിന് നേതൃമാറ്റമൊന്നും ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നുമുണ്ട്. എങ്കിൽ അദ്ദേഹത്തിനെ അവിടെ ഒതുക്കിയതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ സംശയത്തിന് നിഴലിൽ നിൽക്കേണ്ടുന്ന കാര്യവുമില്ല. പിന്നെ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ആ ആള് വി ഡി സതീശനാണ്. അപ്പോൾ ഇതിനെ ഇനി ആൾക്കാർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ അദ്ദേഹം ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുമായിട്ട് കേരളത്തിനുള്ള ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ ഷെയർ ഇപ്പോൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ആ ഒരു ഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന കാര്യത്തിനോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നിൽക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. ഞാനിവിടെ കരുതുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പേര് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ചാണ്ടി ഉമ്മൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പിന്തുണ കിട്ടിയേക്കാം. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ചാണ്ടി ഉമ്മൻ എന്ന പേരുണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ ചെറിയൊരു കാലയളവിനുള്ളിൽ ഒരു വിമത സ്വരവുമായി നിന്നാൽ എത്രത്തോളം പിന്തുണ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് പ്രധാനമാണ്. ഇനി ഈ വിമത സ്വരം സ്വീകരിക്കപ്പെടാം എവിടെയാണ്? കോൺഗ്രസ് വലിയ രീതിയിലത്തേക്കുള്ള ഒരു പരാജയം ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണ് എങ്കിൽ ഈ വിമത സ്വരത്തിന് അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേ സമയത്ത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പിയിൽ സന്ദീപ് വാര്യർ പോകുന്നു. അവിടെ ബി ജെ പി ജയിക്കുമെന്നൊക്കെ പ്രതീതി ഉളവാക്കിയതിന് ശേഷം വലിയ പരാജയത്തിലേക്ക് പോകുന്നു. ആ പരാജയത്തിൽ പോയതുകൊണ്ട് പിന്നീട് അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ബി ജെ പി നേതാക്കന്മാർക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ വലിയ സ്റ്റാറായി മാറുന്നു. സന്ദീപ് പാർട്ടി വിട്ടു പോകുമ്പോൾ ഉള്ള ആളല്ല കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സന്ദീപ്. ഇതേപോലെ ഈ ചാണ്ടി ഉമ്മന് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. കാരണം അദ്ദേഹം ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് അവർ ബി ജെ പിയുടെ ത്രട്ടിനെ അവഗണിച്ച്, സരിൻ്റെ ത്രട്ടിനെ അവഗണിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹ വായ്പ അവിടെ ചാണ്ടി ഉമ്മൻ്റെ അനുകൂലമായിട്ട് അദ്ദേഹത്തിലേക്ക് ആൾക്കാർ ചൊരിയും എന്ന് കരുതാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൂടുതലും ആൾക്കാർ നിലവിൽ ജയിച്ചു നിൽക്കുന്ന, കോൺഗ്രസിലെ ജയിപ്പിച്ച് നിൽക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ചാണ്ടി ഉമ്മനെ ചുറ്റിപ്പറ്റി മറ്റ് വലിയ രീതിയിലത്തേക്കുള്ള ഒരു നീക്കം അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തമാകും. ഇവിടെ ക്ലാരിറ്റി നൽകേണ്ടുന്നത് പ്രധാനമായിട്ടും വി ഡി സതീശനാണ്. കാരണം സതീശനോട് ഇന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ചാണ്ടി ഉമ്മനെ മാത്രമാണോ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ആ വിശദീകരണം മറ്റുള്ള ആൾക്കാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് കൺവിൻസിംഗ് ആണ് എങ്കിൽ അവിടെ ഗെയിം സെറ്റ് ആൻഡ് മാച്ച് വി ഡി സതീശനാണെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല എങ്കിൽ മാത്രമേ ഇനി ഇതിലൊരു തുടർന്ന് വിവാദത്തിനുള്ള സ്കോപ്പുള്ളൂ. അല്ലാതെ മറ്റ് ചർച്ചകൾ, നേതൃമാറ്റം തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.